നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗുണ്ടാ കുടിപ്പകയും കൊലപാതകവും. എറണാകുളം അങ്കമാലിയിലാണ് ബാറിനുള്ളിൽ ഗുണ്ടകൾ തമ്മിലുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അങ്കമാലി ഹിൽസ് പാർക്ക് ബാർ ഹോട്ടലിലാണ് സംഘർഷമുണ്ടായത്. ക്രിമിനൽ കേസ് പ്രതിയായ ആഷിഖ് മനോഹരനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഒരാഴ്ച മുൻപാണ് ആഷിഖ് ജയിലിൽ നിന്നും ഇറങ്ങിയത്. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ ആഷിഖ് ഒരാഴ്ച മുൻപാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഈ ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകമാണ് നടന്നതെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? പോലീസിന് പ്രതികൾ നൽകിയ മൊഴിപ്രകാരം അങ്ങനെയാണ്. 3 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്കമാലി സ്വദേശികളായ ബിജു, സന്ദീപ്, വിഷ്ണു എന്നിവരെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ പറയുന്നത് പ്രകാരം ആഷിഖുമായി ഇവർ ഗുണ്ടകളാണ്. ഈ അറസ്റ്റിലായ പ്രതികളും മരിച്ച ആഷിഖും ഗുണ്ടകളാണ്. ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ ഇതിനു മുൻപ് തന്നെ നിലനിന്നിരുന്നു. അതിനിടയിലാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ആഷിഖ് ജയിലിൽ പോകുകയും അതിനുശേഷം പുറത്തിറങ്ങുകയും ചെയ്തത്. പുറത്തിറങ്ങിയതിനു ശേഷം ആഷിഖിനെ ഇവർ കാണുന്നത് ഇന്നലെ വൈകുന്നേരം 11 മണിയോടുകൂടി ഈ ബാറിലാണ്, അങ്കമാലിയിലുള്ള ബാറിലാണ്. അവിടെ വെച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. തർക്കത്തിനൊടുവിൽ പ്രതികളിൽ ഒരാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആഷിഖിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആഷിഖിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനെ തുടർന്നാണ് ആഷിഖിന്റെ മരണം അറിയുന്നത്. എന്തായാലും ആഷിഖിന്റെ മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ 3 പേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഇവർ ഗുണ്ടകളാണ്. ഇവർക്കിടയിൽ എന്തൊക്കെയോ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് പോലീസിനോട് ഇവർ വ്യക്തമാക്കിയത്. ഈ ആഷിഖ് 2 കാപ്പ കേസുകളുടെ പ്രതിയാണ്. നിരവധി ക്രിമിനൽ കേസുകൾ ആഷിഖിന് മേൽ ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പിടിയിലായ ഗുണ്ടകളും. ഇവരും നിരവധി തർക്കങ്ങളും ഒപ്പം കൊലപാതക കേസുകളിലെ മുഖ്യ പ്രതികൾ കൂടിയാണ് ഈ പിടിയിലായവരും. എന്തായാലും പോലീസ് ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. എന്താണ് ഈ മുൻപ് നടന്ന എന്തെങ്കിലും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നൊരു ഗുണ്ടാ കുടിപ്പക അങ്ങനെ തന്നെയാണോ പോലീസ് സംശയിക്കുന്നത്? ഈ കൊല്ലപ്പെട്ട യുവാവും പ്രതികളും തമ്മിൽ മുൻ വൈരാഗ്യം എന്തായിരുന്നു? അതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ നവമി? അത്തരം കാര്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ അന്വേഷിക്കുമ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ ഗുണ്ടകളാണ്. ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള തർക്കമെന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ ഒരു വ്യക്തി വൈരാഗ്യം, മുൻ വൈരാഗ്യത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയായിരുന്നു ഈ പ്രതികൾക്ക് ഉണ്ടായിരുന്നത്. ഒരാഴ്ച മുൻപാണ് ആഷിഖ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ആദ്യമായി കാണുന്നത് ഇന്നലെ ഹോട്ടലിൽ വെച്ചാണ്. അവിടെ വെച്ച് തന്നെ ഇവർ ആദ്യം ഒരു തർക്കം ഉണ്ടാവുകയും തർക്കത്തെ തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത്. എന്താണ് ഇവർ തമ്മിലുള്ള വൈരാഗ്യം? പോലീസ് പറയുന്നതനുസരിച്ച് ഇവർ ഗുണ്ടകളാണ്. അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇവർക്കിടയിൽ നിലനിന്നിരുന്നു എന്നത് മാത്രമാണ്. അല്ലാതെ കൃത്യമായി എന്താണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കത്തിനും അല്ലെങ്കിൽ ഈ വ്യക്തി വൈരാഗ്യമെന്ന പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇവർ ഗുണ്ടകളായതിനാൽ അതിൻ്റെതായിട്ടുള്ള തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. ആഷിഖിന്റെ മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുക. എന്തായാലും 3 പ്രതികളെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി മറ്റാരെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി അന്വേഷിച്ചു വരികയാണ്. ഈ മരിച്ച ആഷിഖ് 2 കാപ്പ കേസിലെ പ്രതിയാണ്. ഒപ്പം നിരവധി കേസുകളും ആഷിഖിന്റെ പേരിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ഈ പിടിയിലായ 3 പേരും ഗുണ്ടകളും കൂടിയാണ്. അവരും നിരവധി കേസുകൾ ഇവരുടെ പേരിലുണ്ട്. എന്തായാലും ഗുണ്ടകൾ തമ്മിലുള്ള ഒരു കുടിപ്പക, ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കൊച്ചി നഗരത്തിൽ ഗുണ്ടകളുടെ ഒരു കുടിപ്പകയ്ക്ക് വീണ്ടും ഒരു ഗുണ്ട തന്നെ ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ ബാറിൽ ആഷിഖ് ബാറിൽ ഉണ്ടായിരുന്നു. അവിടേക്ക് ഈ പ്രതികൾ എത്തുകയായിരുന്നു. അതിനുശേഷമാണ് തർക്കമുണ്ടാകുകയും പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത്.
ഈ സമീപകാലത്താണ്, അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അങ്കമാലിക്ക് സമീപം അത്താണിയിലും നെടുമ്പാശ്ശേരിയിലുമൊക്കെ ഗുണ്ടാ കുടിപ്പകയെ തുടർന്നുള്ള കൊലപാതകങ്ങളൊക്കെ അരങ്ങേറിയത്. ഇതിപ്പോൾ പതിവാകുന്നുണ്ട്. പ്രത്യേകിച്ചും ആലുവ റൂറൽ പോലീസിൻ്റെ പരിധിയിൽ ഗുണ്ടാ ആക്രമണവും ഗുണ്ടാ കുടിപ്പകയെ തുടർന്നുള്ള കൊലപാതകങ്ങളൊക്കെ പതിവാകുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ജാഗ്രത കുറവുണ്ടാകുന്നുണ്ടോ? ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ എന്ത് നടപടിയാണ് ആലുവ റൂറൽ പോലീസ് ഇത്തരം സംഭവങ്ങളൊക്കെ അടിക്കടി ഉണ്ടാകുമ്പോൾ സ്വീകരിക്കുന്നത്? ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ ഗുണ്ടകളുടെ വിളയാട്ടം, അതും കൊച്ചി നഗരത്തിൽ ഗുണ്ടകളുടെ വിളയാട്ടം ഇതിനു മുൻപും തന്നെ പലതവണ വാർത്തയായതാണ്. അതിനുശേഷം പോലീസ് പലരെയും കാപ്പ ചുമത്തി നാട് കടത്തുകയും പലർക്കെതിരെയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരോട് കൃത്യമായി സ്റ്റേഷനിൽ വന്ന് ഹാജരാകണം എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുമുണ്ട്. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പക അല്ലെങ്കിൽ ആക്രമണം, കൊലപാതകമൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ആലുവ റൂറൽ പരിധിയിൽ ഇതിനോടകം തന്നെ നിരവധി കേസുകളാണ് ഈ ഗുണ്ടകൾ തമ്മിലുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത്. ഒപ്പം ഈ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം അത് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കൂടിയാണ്. പോലീസിന്റെ ഒരു നിരീക്ഷണം ശക്തമായി തുടരുന്നില്ല, അല്ലെങ്കിൽ പോലീസിന്റെ ജാഗ്രത കുറവുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. നൈറ്റ് പെട്രോളിംഗ് അടക്കം പലപ്പോഴും ഉണ്ടാകാത്ത സാഹചര്യമാണ്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലുവയിലും അത്താണിയിലും ഒക്കെ ഇതിനു മുൻപ് ഗുണ്ടകൾ നടു റോഡിലിട്ട് ആളുകളെ മർദ്ദിക്കുന്നതും വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നതും ഒക്കെ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ആ സമയത്ത് പോലീസ് ഒരു കൃത്യമായി പെട്രോളിംഗ് ഉണ്ടാകും അല്ലെങ്കിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറയുന്നതിലപ്പുറത്തേക്ക് കൃത്യമായി ഇതൊന്നും നടപ്പാക്കി കാണുന്നില്ല. അതിനുദാഹരണം തന്നെയാണ് ഇന്നലെ അങ്കമാലിയിൽ നടന്ന ഈ ഒരു കൊലപാതകവും. ഈ ഗുണ്ടകൾ തമ്മിൽ ഉള്ള തർക്കം അല്ലെങ്കിൽ ഗുണ്ടകളുടെ ഈ ഒരാഴ്ച മുൻപാണ് ഈ ആഷിഖ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ പോലും വീണ്ടും ഗുണ്ടകൾ വന്ന് ആഷിഖിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ പോകുമ്പോഴും പോലീസിന്റെ ഒരു നിരീക്ഷണം കൃത്യമായും ഈ ഗുണ്ടകൾക്ക് മേലില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. നമുക്കറിയാം, ഇതിനു മുൻപും പല കേസുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് ആലുവ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ഈ ഗുണ്ടകളുടെ ഒരു നിരീക്ഷണവും ഒപ്പം ഈ ഗുണ്ടകളോട് കൃത്യമായി ഇവർ കാപ്പ ചുമത്തി നാട് കടത്തുന്നത് അടക്കമുള്ള പ്രവർത്തികൾ നടത്തിയിരുന്നു. പക്ഷെ വീണ്ടും ഇത്തരത്തിൽ ആവർത്തിക്കുകയാണ്. പോലീസിന്റെ ഒരു ജാഗ്രത കുറവ് തന്നെയാണ് ഇവിടെ വെളിപ്പെടുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആലുവ റൂറൽ പോലീസിന്റെ പരിധിയിൽ ഇതുപോലുള്ള ആക്രമണവും കൊലപാതകവും ഒക്കെ പതിവാകുന്നത്. ഈ യുവാവിനെ കൊലപ്പെടുത്തിയത് 3 അംഗ ഗുണ്ടാ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത ADM നവീൻ ബാബുവിന്റെ മൃതദേഹം പത്തനംതിട്ടയിൽ എത്തിച്ചു. പത്തനംതിട്ട കളക്ടറേറ്റിൽ നാളെയാണ് പൊതുദർശനം. അതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും. അതേസമയം റവന്യൂ ഉദ്യോഗസ്ഥർ ഇന്ന് അവധിയെടുത്ത് പ്രതിഷേധിക്കുകയാണ്. സംഭവത്തിൽ പത്തനംതിട്ട മലയാളപ്പുഴയിൽ കോൺഗ്രസും BJP-യും ഹർത്താൽ ആചരിക്കുന്നു. അതിനിടെ നവീൻ ബാബുവിന്റെ സഹോദരൻ കണ്ണൂരിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. MS അനീഷ് കുമാറും ശശിനാരായണനും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആദ്യം അനീഷിലേക്കാണ്. അനീഷ്, ഇന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നു. അതിനിടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ പരാതിയിൽ, ഈ കുടുംബം സഹോദരൻ നൽകിയ പരാതിയിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്? ടോം, തുടർച്ചയായ 2ാം ദിവസവും കണ്ണൂരിൽ വലിയ പ്രതിഷേധ വേലിയേറ്റം തന്നെയാണ് PP ദിവ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ PP ദിവ്യയുടെ കണ്ണൂർ ഇരിണാവിലെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും മാർച്ച് നടത്തി. BJP പ്രവർത്തകർ നടത്തിയ മാർച്ച് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് വീടിന് സമീപം പോലീസ് തടഞ്ഞു. പിന്നീട് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PP ദിവ്യയുടെ വീട്ടിലേക്ക് മാർച്ചുമായി എത്തിയത്. ആ മാർച്ചും പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞെങ്കിലും ബാരിക്കേഡുകൾ ഭേദിച്ച് പ്രവർത്തകർ വീട്ടിലേക്ക് പോകുന്നതിനുള്ള ഒരു ശ്രമം നടത്തി. ഇതേ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിലുള്ള സംഘർഷമുണ്ടായി. ഇതേ തുടർന്ന് കണ്ണപുരം KSTP റോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയും ചെയ്തു. പിന്നീട് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് സംഘർഷസ്ഥിതിക്ക് പോലീസ് അയവുവരുത്തിയത്. ഒരു വശത്ത് ഈ ദിവ്യക്കെതിരായ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ മറുവശത്ത് CPM പ്രവർത്തകർ അവർക്ക് സംരക്ഷണം ഒരുക്കി അവരുടെ വീട്ടിലേക്ക് കടക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ വീട്ടിലേക്ക് പ്രവർത്തനം നടത്തുന്നവരെ തടയും എന്ന രീതിയിൽ CPM പ്രവർത്തകരും നിലയുറപ്പിക്കുകയും ചെയ്തു.
എന്തായാലും കുറച്ചധികം നാളുകളായി കണ്ണൂരിൽ ഒരു സമാധാന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായൊരു വിഷയം ലഭിക്കുകയും അത് CPM-നുള്ളിൽ തന്നെയും ചില ഭിന്ന സ്വരങ്ങൾ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഇന്നലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോഴും ഇത്തരം ക്ഷണിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് കയറി അല്ലെങ്കിൽ ഈ അതിഥിയായി ചെന്ന് ഈ യാത്രയപ്പ് പോലുള്ള വേളയിൽ ഒരാളെക്കുറിച്ച് നല്ലത് പറയേണ്ട വേളയിൽ കയറി ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് തീരെ ശരിയായില്ല എന്ന രീതിയിലുള്ള വിമർശനമാണ് ഉയർത്തിയത്. ഇന്ന് CPM-ലെ മറ്റു ചില നേതാക്കളും PK ശ്രീമതിയെ പോലുള്ള വനിതാ നേതാക്കളും ഇത്തരം ഒരു ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് അനുചിതമായി പോയി ഇത്തരം പരാമർശങ്ങൾ നടത്തേണ്ടതില്ല എന്ന ഒരു വിമർശനം തന്നെയാണ് ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് നമുക്ക് കണ്ണൂരിൽ നിന്നും കാണാൻ കഴിയുന്നത്. കാരണം PP ദിവ്യ ഈ സ്ഥാനം ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കമിട്ടിരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് ഈ രാജി മാത്രമല്ല, മറുവശത്ത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നു, പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിന് കുറച്ചുകൂടി ബലം പകരുന്ന രീതിയിലാണ് ഇന്നലെ നവീൻ ബാബുവിൻ്റെ കുടുംബം കണ്ണൂർ എത്തിയിരുന്നു മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി. ആ സമയത്ത് തന്നെ കണ്ണൂർ പോലീസിൽ ഈ സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യമാണ് സഹോദരൻ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ കേസെടുക്കുന്നതിന് പര്യാപ്തമായ കാരണങ്ങളുണ്ട് എന്ന് കുടുംബം പറയുകയും ചെയ്യുന്നു. കാരണം അപ്രതീക്ഷിതമായാണ് അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായാണ് കളക്ട്രേറ്റിൽ നടന്ന ഈ യാത്രയപ്പ് യോഗത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ അല്ലെങ്കിൽ പരോക്ഷമായി തീർച്ചയായും അനീഷ് സൂചിപ്പിച്ചതുപോലെ അത്തരം പല ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തി ഈ രീതിയിൽ ആക്ഷേപിച്ചതിനാണ് പാർട്ടിക്കുള്ളിൽ പോലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉയരുന്നത്. എന്തായാലും ശശിനാരായണനിലേക്ക് കൂടി പോകണം. MS അനീഷ് കുമാറും തുടരുക. അതിനു മുൻപ് അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്കുള്ളിൽ PP ദിവ്യക്കെതിരെ വലിയ രീതിയിലുള്ള എതിർ ശബ്ദങ്ങൾ ഉയരുന്നു. മുതിർന്ന നേതാക്കൾ പോലും PP ദിവ്യയുടെ ആ ഇടപെടലിനെ നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ആത്മഹത്യ വലിയ വേദന ഉണ്ടാക്കിയെന്നാണ് PK ശ്രീമതി പറയുന്നത്. പാർട്ടി നിലപാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു, അത് തന്നെയാണ് തൻ്റെ നിലപാട്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. ക്ഷണിക്കപ്പെടാത്ത വേദിയിൽ PP ദിവ്യ പോകേണ്ടിയിരുന്നില്ല. ആ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ വേണ്ടിയിരുന്നില്ല. ദിവ്യയുടെ ഭർത്താവിൻ്റെതാണ് പെട്രോൾ പമ്പ് എന്നുള്ളത് ഉറപ്പില്ലാത്ത ആരോപണമാണെന്നും PK ശ്രീമതി പറഞ്ഞു. അത് ജില്ലാ സെക്രട്ടറി ജയരാജൻ പറഞ്ഞ കാര്യത്തിനോടാണ്. അവിടെ പോയിട്ട് ഒരു യാത്രയപ്പ് യോഗത്തിൽ ഇങ്ങനെ പറയേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരം തന്നെയാണല്ലോ ഉള്ളത്. അതാണ് ജയരാജൻ പറഞ്ഞത്. അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ നമുക്കിപ്പോൾ ഒരു ഉത്തരവില്ല. അങ്ങനെ വന്നുപോയി, അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ അഭിപ്രായമെന്ന് അവിടെ ചർച്ച ചെയ്ത് ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായം മാത്രമായിട്ടല്ല, അവിടുത്തെ പാർട്ടിയുടെ മൊത്തം അഭിപ്രായം എന്നുള്ള നിലയിൽ അങ്ങനെ വേണ്ടിയിരുന്നില്ല. അത് ആ രൂപത്തിൽ ആ സന്ദർഭത്തിൽ അത് അവിടെ പറയേണ്ടിയിരുന്നില്ല. അത് അങ്ങനെയല്ല. ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. ADM നവീൻ ബാബുവിന്റെ മരണം ദൗർഭാഗ്യകരമെന്നാണ് സ്പീക്കർ AN ഷംസീറും പ്രതികരിച്ചത്. പൊതുപ്രവർത്തകർ ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. സർക്കാർ അത് ഗൗരവമായി എടുത്തിട്ടുണ്ട്. റവന്യൂ മന്ത്രിയും ധനമന്ത്രിയും സർക്കാരിന്റെ നിലപാട് കൃത്യമായി അറിയിച്ചതായും AN ഷംസീർ വ്യക്തമാക്കി. കണ്ണൂരിൽ ഇന്നലെ നടന്ന സംഭവം ഏറ്റവും നിർഭാഗ്യകരമാണ്. ADM നവീൻ കുമാറിൻ്റെ മരണം അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ഇത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഉൾപ്പെടുന്ന പൊതുപ്രവർത്തകർക്ക് ഇതൊരു ലെസണാണ്. അതിലിപ്പോൾ അന്വേഷണം നടക്കുകയല്ലേ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഗവൺമെൻറ് വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട്. ഇന്നലെ സഭക്കകത്ത് UDF ഓപ്പോസിഷൻ റേസ് ചെയ്തു. അന്ന് ഫ്ലോറിലുണ്ടായിരുന്ന ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അതിന് ഉത്തരം പറഞ്ഞു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ശ്രീ K രാജനും അത് മറുപടി പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ടാണ് വിഷയത്തെടുത്തത്. അല്ല, അതെല്ലാ കാര്യങ്ങളും പരിശോധിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇതിലേക്ക് എത്തിയ കാര്യങ്ങൾ എങ്ങനെ എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കുമെന്ന് സ്പീക്കറായ ഞാൻ ചെയറിലിരിക്കുമ്പോൾ തന്നെ റവന്യൂ മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററും പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് ഗവൺമെൻറ് വേണ്ടി ഞാനൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾ ഇതിൽ നിന്ന് കുറേ ലെസൺസ് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഒരു റേസ് പഠിക്കേണ്ട ഒരു പാഠം ഇതിനകത്തുണ്ട്. ഓക്കെ. ജീവനൊടുക്കിയ നവീൻ ബാബുവിൻ്റേത് പാർട്ടി കുടുംബമാണ്. PP ദിവ്യയുടെ നടപടി
അപുക്കമാണ്. ഇന്ന് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടപടിക്കെതിരെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും CPM ജില്ലാ കമ്മിറ്റിയും വലിയ രീതിയിലുള്ള ഒരു അമർഷം രേഖപ്പെടുത്തുന്നുണ്ട്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സർക്കാരും പാർട്ടിയും അന്വേഷണം നടത്തുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പ്രതികരിച്ചത്. ശശിനാരായണനിലേക്ക് പോകുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. ശശിനാരായണൻ, ഈ വിഷയത്തിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നടപടിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പാർട്ടിയുമായി വലിയ ബന്ധമുള്ള കുടുംബമാണ് നവീൻ ബാബുവിൻ്റേത്. എന്താണ് പാർട്ടി ഈ വിഷയത്തിൽ, CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഈ വിഷയത്തിൽ പറയുന്നത്? മാത്രമല്ല, ഇന്ന് ഈ മലയാലപ്പുഴയിൽ കോൺഗ്രസും BJPയും ഒക്കെ വലിയ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്, ഹർത്താൽ ആചരിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ഈ വിഷയത്തെ, പത്തനംതിട്ട മലയാലപ്പുഴ എന്ന ഗ്രാമമൊക്കെ ഈ വിഷയത്തെ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ പ്രതിഷേധം ഈ പ്രദേശത്ത് ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിന് കാരണം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടപ്പെടാനുണ്ടായ കാരണമാണ് അത് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് വേളയിൽ നടത്തിയ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നടത്തിയ വളരെ മോശമായ ഒരു പരാമർശം അദ്ദേഹത്തിനെ മാനസികമായി തകർക്കുകയും പിന്നീട് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തെന്നാണ് പൊതുസമൂഹവും സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും വിശ്വസിക്കുന്നത്. കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറി ഇക്കാര്യത്തിൽ, ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു PP ദിവ്യയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് മറിച്ച് ഒരു നിലപാടാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, CPM ജില്ലാ കമ്മിറ്റി നിലപാടെടുക്കുന്നത്. ഇന്നലെ തന്നെ ഉദയഭാനു ഇക്കാര്യം PP ദിവ്യക്കെതിരെ പറഞ്ഞിരുന്നു. കാരണം PP ദിവ്യയുടെ നിലപാട് മോശമാണ്. കാരണം അപക്വമായ നിലപാടാണ് PP ദിവ്യ സ്വീകരിച്ചത്. അത് മാത്രമല്ല, മരണത്തിലും യാത്രാ സമയത്തും ആരും ഇത്തരം മോശമായി പറയില്ല എന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ പാർട്ടിയും സർക്കാരും നടത്തുമെന്നാണ് KP ഉദയഭാനു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതിന് കാരണമായി പറയുന്നത് പ്രധാനമായും ഈ നവീൻ ബാബുവിന്റെ കുടുംബം പൂർണ്ണമായും CPM പാർട്ടിയിൽ അടിസ്ഥാനമായി പാർട്ടിയിൽ ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. വർഷങ്ങളായി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവമുള്ള കുടുംബമാണ്. നവീന്റെ മാതാവ് മലയാലപ്പുഴ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അച്ഛനും പാർട്ടി അനുഭാവിയാണ്. നവീൻ ബാബു ജോലിയിൽ കയറുന്ന സമയത്ത് NGO യൂണിയന്റെ സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തനമാണ്. അത്തരത്തിൽ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന, വർഷങ്ങളായി പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ തങ്ങളുടെ അനുഭവം പാർട്ടിക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട്. പാർട്ടിയും പ്രാദേശിക തലത്തിലുള്ള ഏരിയ കമ്മിറ്റി അടക്കമുള്ള ആളുകൾ ഇപ്പോഴും നവീന് വേർപാടിൽ അമർഷം രേഖപ്പെടുന്നു, പ്രതിഷേധം രേഖപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും പറയുന്നത്. എന്തായാലും സർക്കാർ സർവീസിൽ ഇരുന്ന കാലഘട്ടം താഴെത്തട്ടിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥ നിലയ്ക്ക് താഴെത്തട്ടിൽ നിന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചു വന്നത്. അദ്ദേഹം ഇരുന്ന മേഖലകളിലെല്ലാം കൃത്യമായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ഒരു കുറ്റം അദ്ദേഹത്തിന് ആരോപിക്കാൻ കഴിയാത്ത തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള വ്യക്തിയെ യാത്രയപ്പ് വേളയിൽ, കാരണം സർവീസ് അവസാനിക്കാൻ 7 മാസം മാത്രമാണ് അദ്ദേഹം ബാക്കിയുള്ളത്. കണ്ണൂരിൽ നേരെ നാട്ടിലേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായ സമയത്ത് ഇത്തരമൊരു പരാമർശം അപക്വമായ രീതിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നടത്തിയത് വളരെ മോശമായി പോയെന്നുള്ള നിലപാടിൽ തന്നെയാണ് പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റിയും നാട്ടുകാരും സഹപ്രവർത്തകരും ബന്ധുക്കളും അത്തരത്തിലുള്ളത്. എന്തായാലും അക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും ശശിനാരായണനിലേക്ക് എത്താം. കാരണം ഈ കുടുംബത്തിന്റെ പരാമർശങ്ങൾ, കുടുംബത്തിന്റെ നിലപാട് കൂടി അറിയണം. സ്വാഭാവികമായി അവർ വളരെ ദുഃഖിതരാണ്. അതിന്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എന്തായിരിക്കും ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നിയമ നടപടി സ്വീകരിക്കാൻ പോവുക? അതേക്കുറിച്ച് അറിയണം. ശശിനാരായണൻ തുടരുക. അതിനു മുൻപ് MS അനീഷ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനീഷ്, പ്രധാനമായും ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ നടപടി വലിയ വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. അതോടൊപ്പം ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ഗുരുതര സ്വഭാവമുള്ളൊരു ആരോപണമാണ് PP ദിവ്യയുടെ ഭർത്താവിൻ്റേതാണ് ഈ പെട്രോൾ പമ്പ്. ഭർത്താവിൻ്റെ ബിനാമിയാണ് ഈ പരാതിക്കാരനായ സംരംഭകനായ പ്രശാന്ത് എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു കേട്ടുവല്ലോ. അതിൻ്റെ ഒരു വസ്തുത എന്താണ് അനീഷ്?
വലിയ വിമർശനമാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പി ദിവ്യക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. കോൺഗ്രസും BJPയും ഈ നേരത്തെ ടോം പറഞ്ഞ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളൊന്നുമല്ല ഈ സംരംഭകൻ എന്ന പ്രശാന്ത്. അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരനാണ്. അത്തരത്തിൽ ജീവനക്കാരനായ ഒരാൾക്ക് കോടികൾ നിക്ഷേപം നടത്തി ഇത്തരം വിപുലമായ ഒരു സംരംഭം തുടങ്ങുന്നതിന് എവിടെ നിന്ന് പണം എന്ന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ഈ ഒരു ആവശ്യം നടന്നില്ല, അല്ലെങ്കിൽ ഇത്തരം ഒരു NSVക്ക് സമീപിച്ച ശേഷം അദ്ദേഹം നൽകിയില്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ഘടകങ്ങളിൽ പിന്നീട് പരാതി നൽകി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പകരമായി ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചു എന്ന ചോദ്യവും ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദിവ്യയുടെ ഭർത്താവിൻ്റെ ബിനാമിയാണ് പ്രശാന്ത് എന്ന ആരോപണം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് വലിയ ചർച്ചയായി കണ്ണൂരിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രശാന്തുമായി ബന്ധപ്പെട്ട ധന ആഗമ മാർഗങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരമൊരു സംരംഭം തുടങ്ങുന്നതിന് എവിടെ നിന്ന് പണം ലഭിച്ചു എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം സ്വന്തം സംരംഭം ആയതുകൊണ്ട് തന്നെയാണ് ADMനോട് ഇക്കാര്യത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ടും നടക്കാതെ വന്ന സാഹചര്യത്തിൽ വീണ്ടും ആവശ്യപ്പെടുന്നു, പിന്നീട് നടക്കാതെ വരുന്നു. ഏറ്റവും ഒടുവിൽ ഇത് നടന്നു കിട്ടുമ്പോൾ പണം നൽകി ശേഷം കാര്യങ്ങൾ നടന്നുവെന്ന് പറയുകയും അപ്രതീക്ഷിതമായി ക്ഷണിക്കാതെ തന്നെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്ന ഒരു യോഗത്തിലേക്ക് വരികയും ഏതാണ്ട് വ്യക്തിപരമായ വിരോധം തീർക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കടക്കം പരാതി അയച്ചിട്ടുണ്ട് എന്ന് പരാതിക്കാരൻ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനുശേഷം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളോട് പ്രശാന്ത് തീരെ പ്രതികരിക്കുന്നില്ല. ഇതിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ആശുപത്രി ജീവനക്കാരനായ ഒരാൾ എങ്ങനെ 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന റോഡ് അരികിൽ അല്ലെങ്കിൽ വഴിയോട് ചേർന്ന സ്ഥലത്ത് എങ്ങനെ പമ്പ് തുടങ്ങുന്നതിനുള്ള സ്ഥലം സമാഹരിക്കുന്നു എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയാവുന്നത്. CPM-നുള്ളിലും ഇത്തരം വിഷയങ്ങൾ ചർച്ചയായി മാറിയിരിക്കുന്നു. ഇത്തരത്തിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? സ്വന്തം വ്യക്തിപരമായ കാര്യം നടക്കാതെ വരുമ്പോൾ ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുന്ന നിലപാട് ശരിയാണോ എന്നടക്കമുള്ള വിവിധ തലങ്ങളിലേക്ക് ഈ ചർച്ചകൾ വളർന്നിരിക്കുന്നു. എന്തായാലും ആദ്യ ദിനം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉയർത്തിയ അതുമായി ബന്ധപ്പെട്ട വൈകാരികതയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ ദിവസങ്ങൾ കഴിയും തോറും PP ദിവ്യയിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഈ പമ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, പമ്പിൻ്റെ പണം എവിടുന്ന് വന്നെന്ന ചോദ്യങ്ങൾ, ബിനാമി ആണോ എന്ന ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കേണ്ടതാണ്. കേട്ടോ. തീർച്ചയായും ആ രീതിയിലുള്ള പല വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. PP ദിവ്യ തന്നെ ഈ വിഷയത്തിൽ മറുപടി പറയണം. കാരണം അവർ ഇന്നലെ പ്രതികരിച്ചത് പാർട്ടി വിഷയത്തിൽ ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് PP ദിവ്യ തന്നെയാണ്. ശശിനാരായണനിലേക്ക് വീണ്ടും. ശശിനാരായണൻ, ഈ നവീൻ ബാബുവിൻ്റെ സഹോദരൻ കണ്ണൂർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് അവർ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്? നേരത്തെ അനീഷ് കുമാർ സൂചിപ്പിച്ചു. പക്ഷെ എന്തായിരിക്കും ഒരു PP ദിവ്യയെ ഈ തലസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നൊരാവശ്യം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിനപ്പുറം ഇവർക്കെതിരെ കേസെടുക്കണമെന്ന ഒരു പരാതി, ഒരു ആവശ്യം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് കാര്യം. കാരണം ഈ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണമായ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തി കേസെടുക്കുക, ഒപ്പം തൽസ്ഥാനത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് മാറ്റണം എന്നുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിട്ടുള്ളത്. കണ്ണൂരിലാണ് അവർ പരാതി നൽകിയത്, കുടുംബം പരാതി നൽകിയത്. അവർക്ക് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. കാരണം അവരുടെ കുടുംബം എന്ന് പറയുന്നത് അധ്യാപകരാണ്, അച്ഛനും അമ്മയും. വളരെ സത്യസന്ധമായ രീതിയിൽ ജോലി ചെയ്യും. അദ്ദേഹത്തിന്റെ ഭാര്യ കൂന്നിയിലെ തഹസീൽദാരാണ്. അങ്ങനെ വർഷങ്ങളായി ഈ നാടുമായി അല്ലെങ്കിൽ ഈ സമൂഹമായുള്ള ഇടപെട്ട് വളരെ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിനേറ്റ അപമാനക്ഷതമായി ഈ PP ദിവ്യയുടെ വാക്കുകൾ മാറുകയാണ്. അതിനൊപ്പം അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. കാരണം പിന്നീട് നാട്ടിൽ 7 മാസം കൂടെയുള്ള വിരമിക്കാൻ നാട്ടിൽ വന്നതിന് ശേഷം പത്തനംതിട്ടയിൽ തന്നെ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെല്ലാം നഷ്ടമായി. ഒപ്പം കുടുംബത്തിനേറ്റ അപമാനഭാരം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കുറ്റക്കാർക്കെതിരെ, പ്രത്യേകിച്ച് PP ദിവ്യക്കെതിരെ കർശനമായ നിയമ നടപടിക്കായി മുന്നോട്ട് പോകണം. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിയമ നടപടി വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് കുടുംബമുള്ളത്. പാർട്ടിയും അക്കാര്യത്തിൽ ഒരുപക്ഷെ പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ദിവ്യയെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഈ സ്ഥലത്ത് വെച്ച് ഇത്തരം യാത്രയപ്പ് വേളയിൽ ഇത്തരം മോശമായ ഒരു പരാമർശനത്തെ മോശമായി പോയി എന്നുള്ളൊരു നിലപാട് കൂടി അവർ പാർട്ടി എടുക്കേണ്ടത്. അതേസമയം പത്തനംതിട്ടയിൽ പൂർണ്ണമായി PP ദിവ്യയെ തള്ളിക്കൊണ്ടാണ് CPM ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞത്. കാരണം അപക്വമായ നടപടിയാണ്
ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ പോയതിൽ വളരെ അമർഷമുണ്ടെന്ന രീതിയിലാണ്. കാരണം സജീവമായി നിൽക്കുന്ന കുടുംബമാണ് ഇവർ, പാർട്ടി കുടുംബമാണ്. അത്തരത്തിൽ നല്ല നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. സർക്കാർ സർവീസ് നിന്ന് ജോലി ചെയ്ത സമയത്ത് പത്തനംതിട്ടയിൽ 15 വർഷത്തോളമാണ് കളക്ടറേറ്റ് അദ്ദേഹം ജോലി ചെയ്തത്. നാളെയാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനം പത്തനംതിട്ടയിൽ ഉണ്ടാകുക. രാവിലെ 10 മണിക്ക് മൃതദേഹം അദ്ദേഹം കളക്ടറേറ്റ് എത്തിക്കും. അവിടെ വെച്ച് പൊതുദർശന ശേഷമാണ് പിന്നീട് മലയാളപ്പുഴ പതിശ്ശേരിയിൽ വീട്ടിൽ എത്തിക്കുക. അവിടെ നിരവധി ആളുകൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ എത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഈ രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിനോടുള്ള ആദരവ് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് മലയാളപ്പുഴയിൽ ഹർത്താൽ, പ്രതിഷേധവും ഒരു ആദരവും അദ്ദേഹത്തിനുള്ള സ്നേഹവും നിലനിർത്തിയാണ് ഈ ഹർത്താൽ. അപ്പോൾ അവരുടെ ഒരു പ്രതിഷേധം, മനസ്സിന്റെ പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. ഹർത്താൽ BJPയും കോൺഗ്രസും മലയാളപ്പുഴയിൽ ഹർത്താൽ ആചരിക്കുകയാണ്. നാളെ രാവിലെയാണ്, ഇപ്പം ഇന്ന് 12 മണിയോടുകൂടി മൃതദേഹം പത്തനംതിട്ട ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ആശുപത്രി മോർച്ചറിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ഒപ്പം അവിടുത്തെ കളക്ടർമാരെ, അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ, സഹപ്രവർത്തകരായ ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ ഈ മൃതദേഹത്തിനോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആശുപത്രിയിലെ മോർച്ചിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. നാളെ രാവിലെ ഇവിടെ നിന്നും പത്തനംതിട്ട കളക്ടറേറ്റിൽ എത്തിക്കും. അവിടെ പോയതിനു ശേഷമാണ് വീട്ടിൽ കൊണ്ട് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിനും, കാരണം ചോദ്യം, ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുക? അതൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഇത്തരത്തിൽ മരിക്കേണ്ടി വന്നത്? അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച പ്രശാന്ത് അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം, അവർ ഏത് തരത്തിലാണ് ഇത്തരം ആരോപണം സാഹചര്യം എന്നാണ്. ശശിനാരായണനും MS അനീഷ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴയിൽ നടക്കുന്നു. ഹർത്താൽ ആചരിക്കുകയാണ് കോൺഗ്രസും BJPയും. മറുവശത്ത് CPMും ജില്ലാ പഞ്ചായത്ത്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ നടപടിക്കെതിരെ രംഗത്ത് വരുന്നു. അവരെ മാറ്റണമെന്ന ആവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. വനിതാ നിർമ്മാതാവിന്റെ പരാതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന നടത്തിയത്. വനിതാ സിനിമാ നിർമ്മാതാവിന്റെ പരാതിയിൽ ആൻഡോ ജോസഫ്, B രാകേഷ്, ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കം 9 നിർമ്മാതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. അസോസിയേഷൻ ലോകത്തിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും വനിതാ നിർമ്മാതാവിന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി, കഴിഞ്ഞ ദിവസമാണ് വനിതാ നിർമ്മാതാവ് പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി, ലൈംഗിക ചുവയോടെ സംസാരിച്ചു തുടങ്ങിയ പരാതികളാണ് അവർ ഉന്നയിക്കുന്നത്. ഒരു പ്രാഥമിക നടപടിയുടെ ഭാഗമായിട്ട് മാത്രമാണോ ഇന്ന് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ പരിശോധന നടന്നത്? അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ വൈകുന്നേരം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിലെത്തിയത്. ആ ഓഫീസിൽ വെച്ചായിരുന്നു അന്ന് യോഗം കൂടിയത്. അതായത് ഈ പരാതിക്കാരിയായ വനിതാ പ്രൊഡ്യൂസർ പറയുന്നതനുസരിച്ച് ഈ വനിതാ പ്രൊഡ്യൂസറിന്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ തന്നെ ചില സിനിമാ മേഖലയിലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടാകുന്ന ചില വാക്ക് തർക്കങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ പിന്നാലെയാണ് ഈ ഒരു യോഗം കൂടി ചേർന്നത്. ആ സമയത്ത് തന്റെ ചില അഭിപ്രായങ്ങൾ ആ യോഗത്തിൽ പരാമർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തന്നെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, തന്റെ അഭിപ്രായങ്ങളെ മോശമായി കാണുന്ന തരത്തിൽ ലൈംഗിക ചുവയോടെ ചില പ്രൊഡ്യൂസർമാർ സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്തത്. അതിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ, ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുണ്ട്. 9 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇവർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയും കോടതി ഇവരുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരികയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു കേസിന്റെ പ്രാഥമിക നടപടി എന്നോണം ആണ് ഇന്നലെ അന്വേഷണ സംഘം ഈ ഓഫീസിലെത്തി പരിശോധന നടത്തിയത്. ആ മുറിയിൽ വെച്ചാണ് അവിടെ യോഗം ചേർന്നത്. ആ മുറി കാണുന്ന ഒരു നടപടിയായിരുന്നു ഇന്നലെ നടത്തിയത്. ഇതിനു മുൻപ് തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ ആരോപണ വിധേയരായവരെ ഇതുവരേക്കും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന്
ഹാജരാക്കേണ്ടതുണ്ട്. ചില സാക്ഷികൾ അന്ന് ഈ സംഭവിച്ചു എന്ന് പറയുന്ന ദിവസം മറ്റേ ആരെങ്കിലും ഈ വനിതാ പ്രൊഡ്യൂസറോട് മോശമായി പെരുമാറിയത് കണ്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ആ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് പ്രൊഡ്യൂസർമാരെ കൂടി മൊഴിയെടുക്കേണ്ടതുണ്ട്. ആ നടപടികളിലേക്കൊക്കെയാണ് അന്വേഷണ സംഘം കടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ അന്വേഷണ സംഘം എത്തി ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയത്. നാം സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികളായിട്ടുള്ള പോലീസ് പ്രതി ചേർത്ത നിർമ്മാതാക്കൾ അവർക്ക് അവരുടെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വനിതാ നിർമ്മാതാവിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? ടോം, അതിനു മുൻപ് കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രാഥമിക പരിശോധനയായിരുന്നു ഇന്നലെ നടന്നത്. തീർച്ചയായും ഈ ആരോപണ വിധേയരായ പ്രൊഡ്യൂസർമാരെ വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അതിനപ്പുറത്തേക്ക് ഈ വനിതാ പ്രൊഡ്യൂസർ നൽകിയ പരാതി, അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ആവശ്യമുണ്ട്. വാക്കാൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തി എന്നതാണ് ഈ വനിതാ പ്രൊഡ്യൂസർ പറയുന്ന പരാതി. അത് മറ്റാരെങ്കിലും യോഗത്തിലാണ് അത്തരത്തിൽ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ പ്രൊഡ്യൂസർമാർ നടത്തിയതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ യോഗത്തിൽ വന്നിരുന്ന മറ്റാരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? അതിൽ തെളിവുകളുണ്ടോ? അവർ സാക്ഷി പറയാൻ തയ്യാറാണോ? ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസ് ഈ വനിതാ പ്രൊഡ്യൂസറിന്റെ കയ്യിലുണ്ടോ? അങ്ങനെ നിരവധി കടമ്പകൾ അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമായിരിക്കും ഈ ആരോപണ വിധേയരെ ചോദ്യം ചെയ്യാൻ സംഘം വിളിപ്പിക്കുകയുള്ളൂ. എന്തായാലും ഉടനെ അന്വേഷണ സംഘം ഇവരെ വിളിപ്പിക്കില്ല. ഓരോ നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും, കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിനും ഒടുവിൽ മാത്രമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ യോഗം നടന്ന ആ സംഭവം പറയുന്ന ദിവസം യോഗം നടന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിലെത്തി അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. ഈ പ്രൊഡ്യൂസറിന്റെ മൊഴി നേരത്തെ തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. തീർച്ചയായും നവമി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈ രീതിയിലുള്ള പരാതികൾ ഓരോന്നും സിനിമാ മേഖലയിലെ ലൈംഗിക അധിക്ഷേപവുമായി ബന്ധപ്പെട്ടും ബലാത്സംഗവുമായി ബന്ധപ്പെട്ടൊക്കെ കേസുകളും പരാതികളും ഒക്കെ പുറത്തു വന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കേസായിരുന്നു, ഒരു പരാതിയായിരുന്നു ഈ വനിതാ നിർമ്മാതാവിൻ്റേത്. ഇതോടൊപ്പം മറ്റ് കേസുകളിലെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ പോലീസ് തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റേതൊക്കെ കേസുകളിലാണ് ഇപ്പോൾ പോലീസ് ഈ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, ഏതൊക്കെ കേസുകളിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും നടപടികളും ചോദ്യം ചെയ്യലും ഒക്കെ പുരോഗമിക്കുന്നത്? ടോമി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ സംവിധായകർ, നടന്മാർ അല്ലെങ്കിൽ മറ്റ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർ അടക്കമുള്ളവർക്കെതിരെ ലൈംഗിക ആരോപണവുമായി സിനിമാ താരങ്ങളും അല്ലെങ്കിൽ സിനിമാ നടികളും സിനിമയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരും രംഗത്തെത്തിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നടൻ മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടുള്ള ഒരു ലൈംഗിക ആരോപണവുമായി ആലുവ സ്വദേശിയായ നടി രംഗത്തെത്തിയിരുന്നു. അതിൽ മുകേഷിന് മുൻകൂർ ജാമ്യമുള്ളതിനാൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം മെഡിക്കൽ എടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്. ആ കേസ് പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒപ്പം ഇടവേള ബാബുവിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ആദ്യത്തെ തവണ ചോദ്യം ചെയ്തു, ഈ നടിയുടെ പരാതിയിൽ ചോദ്യം ചെയ്തിരുന്നു. രണ്ടാമത് അന്വേഷണ സംഘം സാക്ഷി മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വിളിപ്പിക്കുകയും ചെയ്തു. അത് മണിയമ്പിള്ള രാജുവും ഒപ്പം മുകേഷും അടങ്ങിയ കേസിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവർ സാക്ഷികളായിരുന്നുവെന്ന് ഈ ആലുവ സ്വദേശിയായ നടി പരാമർശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടവേള ബാബുവിനെ വീണ്ടും സാക്ഷി മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അന്വേഷണ സംഘം വിളിപ്പിച്ചത്.
അതോടൊപ്പം തന്നെയാണ് സിദ്ദിഖിനെതിരായിട്ടുള്ള കേസിൽ അന്വേഷണ സംഘം 2 തവണ സിദ്ദിഖിനെ വിളിപ്പിച്ചു. അത് തിരുവനന്തപുരത്തെ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്തത്. അതിൽ രണ്ടാമത് വിളിപ്പിച്ചപ്പോൾ പോലും സിദ്ദിഖ് കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ല. ചില രേഖകൾ ഹാജരാക്കണമെന്ന്, ചില തെളിവുകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആവശ്യപ്പെട്ട രേഖകളൊന്നും കൊണ്ടുവരാതെയാണ് സിദ്ദിഖ് വന്നത്. അന്വേഷണത്തോട് സിദ്ദിഖ് സഹകരിക്കുന്നില്ല എന്നുകൂടി അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെന്തായാലും അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ, മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ അറിയിക്കുകയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം നടൻ ജയസൂര്യയെ ഇന്നലെ തിരുവനന്തപുരത്ത് തന്നെ ചോദ്യം ചെയ്തു. ജയസൂര്യ അതിനുശേഷം മാധ്യമങ്ങളോട് കണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കും എന്ന് തന്നെ പറയുകയും ചെയ്തു. ഈ നടി ആരോപിക്കുന്ന ദിവസങ്ങളിൽ, അതായത് ഈ പരാതി പറയുന്ന ദിവസങ്ങളിൽ ഒന്നും തന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല, പറഞ്ഞ സ്ഥലത്തായിരുന്നില്ല ഷൂട്ടിംഗ്. അങ്ങനെ നിരവധി തെളിവുകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജയസൂര്യ ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളെ കണ്ടത്. അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ഒന്നും തന്നെ അന്വേഷണ സംഘം ചെയ്തിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരായിട്ടുള്ള കേസ്, ബംഗാളി നടി വ്യക്തമാണ്. നൽകിയ നവമി കേസിലും ദിനേശാണ് അന്വേഷണ വിവരങ്ങൾ സംഘം നൽകിയത്. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നടപടികൾ തുടരുന്നു. താരങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വനിതാ നിർമ്മാതാവ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിയത്. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കോടതിയിൽ ഹാജരായി. കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരായത്. നേരത്തെ മുൻകൂർ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിലും വിട്ടയച്ചിരുന്നു. കേസ് ഫ്രെയിം ചെയ്യുന്ന മുറയ്ക്ക് ഓപ്പൺ കോടതിയിൽ ഹാജരാകുമ്പോൾ കുറ്റപത്രമടക്കം വായിച്ചു കേൾപ്പിക്കും. ഇന്ന് ജാമ്യം എടുത്തു, ജാമ്യക്കാരെ കൊടുത്തു. ജാമ്യം പുള്ളിയുടെ ബ്രദറിന്റെ വൈഫുമാണ് ജാമ്യക്കാരായിട്ടുള്ള സുഭാഷ് ഗോപിയും റാണി സുഭാഷും ജാമ്യം എടുത്തു. 17/1 വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടെ ഞങ്ങൾ ഹൈക്കോടതി പോകും. ഇല്ല ഇറ്റ്സ് എ കോൾ ഓൺ. അല്ലല്ല, ഒരു ഫോർമൽ പോസ്റ്റിംഗ് അത്ര. ചാർജ് കെട്ടി ഞങ്ങൾ ഹൈക്കോടതി പോകുന്നു. കോശയാണ് നിലനിൽക്കില്ല എന്നുള്ളത്. അതെ ഗുരുതരമായിരുന്നത് എല്ലാം മാറി, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അവരെന്നെ മാറ്റിയിട്ടുണ്ട്. അവർ ദേഹം റിയസ് മിസ്റ്റേക്ക് അബദ്ധം പറ്റിയെന്ന് അവർക്ക് മനസ്സിലായി. അറിയാം, അതിപ്പോൾ പറയാറായിട്ടില്ല. ഞാൻ ജഡ്ജിയല്ല, ഞാൻ വിധി എഴുതാൻ ഞാനല്ലോ, അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. MS അനീഷ് കുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അനീഷ്, ഈ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ വിചാരണ നടപടികളിലേക്ക് കടക്കുകയാണോ? ടോമ 3 മാസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4-ലായിരുന്നു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. നേരത്തെ സുരേഷ് ഗോപി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു, നടക്കാവ് പോലീസ്. അതിനുശേഷം സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ഈ സ്റ്റേഷൻ ജാമ്യത്തിൻ്റെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ അതിൻ്റെ ജാമ്യ നടപടികൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് സുരേഷ് ഗോപി ഈ കോടതിയിൽ എത്തിയത് എന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ബാബുവും ഒപ്പം റാണിയും ഈ കേസിൽ ജാമ്യം നിന്നു എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. അതിനുശേഷം മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഈ കേസിൻ്റെ മറ്റ് ചില ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാറുണ്ട്. അത് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഇനിയും സുരേഷ് ഗോപി കേസിലെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും. ഫെബ്രുവരിയിലേക്കാണ് അടുത്ത ജനുവരിയിലേക്കാണ് കേസിനെ മാറ്റിയിരിക്കുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പ് ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് സുരേഷ് ഗോപി എന്ന് അദ്ദേഹത്തിൻ്റെ വക്കീൽ പറഞ്ഞിരിക്കുന്നു. ഈ പോലീസ് പറഞ്ഞിരിക്കുന്ന കുറ്റപത്രത്തിലെ പല കാര്യങ്ങളും നിലനിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 354-ാം വകുപ്പ് ആണ് ചുമത്തിയിരിക്കുന്നത്. അതായത് മനഃപൂർവ്വമായ ലൈംഗിക അതിക്രമം എന്ന വകുപ്പാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിന് പര്യാപ്തമായ കുറ്റം സുരേഷ് ഗോപി ചെയ്തിട്ടില്ല എന്ന് സുരേഷ് ഗോപി കോടതിയിൽ വാദിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം കേരള പോലീസ് ആക്ടിലെ ഒരു വകുപ്പും ചേർത്തിട്ടുണ്ട്. നേരത്തെ മറ്റു ചില ഗുരുതരമായ വകുപ്പുകൾ കൂടി ഉണ്ടെങ്കിലും അവയൊക്കെ നീക്കി എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം ഗുരുതരമായ വകുപ്പുകൾ ഈ കേസിൽ നിന്ന് നീക്കിയതുകൊണ്ട് തന്നെ ആ കേസ് നിലനിൽക്കില്ല എന്ന കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്തായാലും ആ നടപടികൾ ഹൈക്കോടതിയിൽ പുരോഗമിക്കും, അല്ലെങ്കിൽ ഹൈക്കോടതിയെ ഈ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ലഭിച്ച ഉടൻ ബന്ധപ്പെടും എന്നാണ് ഇന്ന് അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദമായി മാറിയ ഒരു കേസായിരുന്നു ഇത്. ഒക്ടോബർ 27 കഴിഞ്ഞ വർഷം ആണ്
ദിവസമാണ് എരഞ്ഞിപ്പാലത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു ഈ കേസിനാസ്പദമായ ആ സംഭവം ഉണ്ടായത്. അന്ന് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർ തെരഞ്ഞെടുപ്പും അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരായാൻ എത്തിയിരുന്നു. ആ സമയത്തിനിടെയാണ് പരാതിക്കിടയായ രീതിയിൽ ആ മാധ്യമപ്രവർത്തകരുടെ ദേഹത്ത് അനുമതിയില്ലാതെ അദ്ദേഹം സ്പർശിച്ചത്. ആ സമയം തന്നെ ആ മാധ്യമപ്രവർത്തക അവിടെ നിന്നും മാറിപ്പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്തു. പിന്നീട് ഈ ഒരു നടപടിയിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടിരുന്നു. ഈ തൻ്റെ നടപടി ശരിയായില്ല, അനുചിതമായതെങ്കിൽ ക്ഷമ പറയണം, അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷയിലും കാര്യമായ രീതിയിൽ ഒരു ക്ഷമ ചോദിക്കുന്ന രീതിയിലായിരുന്നില്ല, അല്ലെങ്കിൽ തൃപ്തികരമായ രീതിയിലായിരുന്നില്ല ഈ ഖേദപ്രകടനം എന്ന് വ്യക്തമാക്കിയാണ് മാധ്യമപ്രവർത്തക കോടതിയിൽ കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളും മറ്റുമൊക്കെ ഈ മാധ്യമപ്രവർത്തകർക്ക് കേസിനെ ചൊല്ലി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇതിനൊക്കെ ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയും അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള BJPയുടെ MP ആയി തെരഞ്ഞെടുക്കപ്പെടുകയും കേന്ദ്രമന്ത്രിയായി മാറുകയും ഒക്കെ ചെയ്ത് ഇന്ന് ഈ കേസിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് എത്തിയത്. ട്രെയിൻ മാർഗം എത്തിയ ശേഷം പിന്നീട് ഔദ്യോഗിക വാഹനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനത്തിൽ സാധാരണഗതിയിൽ സുരേഷ് ഗോപി എത്തുമ്പോൾ ഒരു കേന്ദ്രമന്ത്രിയാണ്, നടനാണ്, രാഷ്ട്രീയ നേതാവാണ്, മാധ്യമങ്ങൾ പ്രതികരണങ്ങൾ തേടാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു മാധ്യമങ്ങളും സുരേഷ് ഗോപിയും തമ്മിൽ വലിയൊരു അകൽച്ചയിലേക്ക് പോയി എന്ന് തന്നെയല്ലേ അനീഷ് മനസ്സിലാക്കേണ്ടത്? കാരണം നമ്മൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടിയില്ല. ഈ തുടർച്ചയായി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് അവഹേളിക്കുന്നു, തോളത്ത് കൈവയ്ക്കുന്നു, മൈക്ക് തട്ടി മാറ്റുന്നു. അതുകൊണ്ടാണോ സുരേഷ് ഗോപിയിൽ നിന്നും പ്രതികരണമൊന്നും തേടാതിരുന്നത്? തീർച്ചയായും സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതികരണം തേടേണ്ടതില്ല, അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ളവർ തന്നെ നേരത്തെ മാധ്യമപ്രവർത്തകരെ വിവരം അറിയിച്ചിരുന്നു. മൈക്കുമായി വരരുത് എന്ന രീതിയിൽ തന്നെയുള്ള കൃത്യമായ നിർദ്ദേശം മാധ്യമപ്രവർത്തകരോട് നൽകിയിരുന്നു. നമുക്കറിയാം, തൃശ്ശൂർ അടുത്ത കാലത്ത് സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരായാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതികരണം ആരായാൻ ശ്രമിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ മോശമായി പെരുമാറുകയും അവരെ തള്ളി നീക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം മാധ്യമപ്രവർത്തകർ മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അനധികൃതമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു, മൈക്ക് നീട്ടി, മാരകായുധങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെ വരുന്ന രീതിയിൽ കേസ് നൽകുകയും മാധ്യമപ്രവർത്തകർ കേസിൽ പ്രതികളാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ മാത്രം നമുക്ക് അഭിപ്രായം എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അല്ലാത്ത സമയങ്ങളിൽ മുൻകൂട്ടി തന്നെ എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന് നിശ്ചിതമായി തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം. ഇനി ഇത് ലംഘിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരായണമെന്നും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ കേസടക്കമുള്ള നടപടികൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്നും എന്തായാലും അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴും അവിടെയും മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അതിനുശേഷം വാഹനത്തിൽ കയറി കോടതിയിലെത്തുന്നു. കോടതിയിലെ മുകൾ നിലയിലേക്ക് അദ്ദേഹം പോകുന്നു. തിരിച്ച് കേസ് നടപടികൾ കഴിഞ്ഞ് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരായാൻ എന്തായാലും ആരും തുനിഞ്ഞില്ല. ഒപ്പം അദ്ദേഹം അഭിഭാഷകൻ്റെ BJP പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ അഭിഭാഷകൻ്റെ പ്രതികരണം ആരായുകയും അഭിഭാഷകൻ ഈ കേസ് റദ്ദാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ലഭിച്ചാലുടൻ ഈ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഈ കേസ് തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വാഹനാപകടം ഉണ്ടാക്കിയതിന് പൊതുസമൂഹത്തോട് മാപ്പ് ചോദിച്ച് നടൻ ബൈജു. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. ഞായറാഴ്ചത്തെ എൻ്റെ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ സോഷ്യൽ മീഡിയ വഴി പരക്കുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ സംഗതി എന്താണെന്ന് കൂടി പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ അറിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞായറാഴ്ച കവടിയാർ ഭാഗത്ത് നിന്ന് ഞാൻ വെള്ളയമ്പലത്തേക്ക് വരികയായിരുന്നു. ഒരു 65 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാകാം. വെള്ളയമ്പലം ഭാഗത്തു നിന്ന് മ്യൂസിയത്തേക്ക് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ വെള്ളയമ്പലം ജംഗ്ഷനിൽ എത്താറായപ്പോഴത്തേക്ക് ഫ്രണ്ട് ടയർ വെടി കേട്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ പോയി. അപ്പോൾ അങ്ങനെ തിരിക്കാൻ നോക്കിയപ്പോൾ വണ്ടി തിരിഞ്ഞില്ല. അങ്ങനെയാണ് ഒരു സ്കൂട്ടറുകാരൻ്റെ ദേഹത്ത് തട്ടിയത്. അപ്പോൾ തന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ചെറുപ്പക്കാരന് ഞാൻ പിടിച്ചിരുത്തി എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം എന്തോ പറയും. വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ അയാൾക്കൊരു ഒടിവോ ചതവോ മുറിവോ അങ്ങനെ ഒന്നും തന്നെ ആ ചെറുപ്പക്കാരന് സംഭവിച്ചിട്ടില്ല.
കൂടാതെ അയാൾ ഇന്നലെ അയാൾക്ക് പരാതിയില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസുകാരും എന്നെ സഹായിച്ചിട്ടുമില്ല. അവർ നിയമപരമായിട്ടുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കിന് അവർ കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടിച്ച് ബൂസായിരുന്നു, മദ്യപിച്ച് മതോന്മത്തനായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗൊക്കെ സോഷ്യൽ മീഡിയയിൽ വരും. കാരണം ഇതൊക്കെ ആൾക്കാർ വായിക്കണമെങ്കിലേ ഇങ്ങനെയൊക്കെയുള്ള പൊടിപ്പും തൊങ്ങലൊക്കെ ഉണ്ടെങ്കിലല്ലേ വായിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ മാത്രമല്ല, ഒരു ചാനലുകാരൻ്റെ അടുത്ത് ഞാൻ ചൂടാവുന്നതായിട്ടൊരു സംഗതി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വണ്ടി കൊണ്ട് സ്റ്റേഷനിൽ ഇടണമല്ലോ. അപ്പൊ ഈ ടയർ പൊട്ടിയതുകൊണ്ട് ടയർ മാറ്റിയിടണം. അങ്ങനെ ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ ആരോ ദൂരെ നിന്നിട്ട് കുറച്ച് ഇരുട്ടായിരുന്നു, എനിക്ക് കാണാൻ പറ്റിയില്ല, വീണ്ടും വീഡിയോ എടുക്കുന്നു. അപ്പോഴാണ് ഞാൻ ചൂടായത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വഴിയെ പോകുന്ന ആരോ എടുത്തതാണെന്ന് വിചാരിച്ചിട്ടാണ് ചൂടായത്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളും എല്ലാവരെ പോലെ അനുസരിക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. എനിക്ക് കൊമ്പൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുമല്ല ഞാൻ. അതുപോലെ എന്നോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റു ചില വാർത്തകളും ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, എൻ്റെ സ്വന്തം വല്യമ്മയുടെ മകളുടെ മകളാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. എൻ്റെ മകളുടെ അതേ പ്രായം തന്നെ ഉള്ളൂ അവൾക്കും, അവളാണ് ഉണ്ടായിരുന്നത്. കൂടാതെ UK നിന്ന് വന്ന എൻ്റെ ഒരു ഫ്രണ്ട് ജോമിയും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അഹങ്കാരമായിട്ടുള്ളൊരു സംസാരം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുസമൂഹത്തിനോട് ക്ഷമ ചോദിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവർ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കും. വാഹനാപകടം ഉണ്ടാക്കിയതിനാണ് പൊതുസമൂഹത്തോട് നടൻ ബൈജു മാപ്പ് പറഞ്ഞിരിക്കുന്നത്. താൻ മദ്യപിച്ചിരുന്നില്ല, ഒപ്പമുണ്ടായിരുന്ന അടുത്ത ബന്ധുവായ യുവതിയാണ്. ടയർ പൊട്ടിയതിനാലാണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്നും ഫേസ്ബുക്ക് ലൈവിലാണ് ബൈജു പ്രതികരിച്ചത്. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷംന, ഇതൊരു മാതൃകാപരമായ നടപടിയാണ്. ഒരു തെറ്റ് ബോധ്യമായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈജു ക്ഷമ പറഞ്ഞിരിക്കുന്നു പൊതുസമൂഹത്തോട്. പക്ഷെ ഇത് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായി കൂടി കാണേണ്ടതല്ലേ ഇതിനെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറം ഒരു ന്യായീകരണവുമായി ബൈജു എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ അപകടം നടന്നതിന് ശേഷമുള്ള ആദ്യ പ്രതികരണം നമ്മൾ കേട്ടതാണ്. വാഹനമാവുമ്പോൾ ചിലപ്പോൾ തട്ടിയൊന്നൊക്കെ വരും എന്നായിരുന്നു ബൈജുവിൻ്റെ ആദ്യത്തെ പ്രതികരണം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ തൻ്റെ ഭാഗം വിശദീകരിക്കേണ്ടതുണ്ട്, അത് തൻ്റെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് ലൈവുമായി എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ബൈജു ഒരു ന്യായീകരണവുമായി എത്തുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഞായറാഴ്ച അർദ്ധരാത്രിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. തിരുവനന്തപുരം വെള്ളയമ്പലം ജംഗ്ഷനിൽ വെച്ചാണ്. ഇതിൽ തന്നെ ഈ ഫേസ്ബുക്ക് ലൈവിൽ ബൈജു പറയുന്നുണ്ട് 65 കിലോമീറ്റർ വേഗത ഉണ്ടാകും വാഹനത്തിനെന്ന്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം വെള്ളയമ്പലം ജംഗ്ഷനിൽ മിനിമം വേഗത 50 കിലോമീറ്റർ ആണ്. അതാണ് നിയമപരമായി 50 കിലോമീറ്റർ മാത്രമേ അവിടെ വേഗത പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ ബൈജു അമിത വേഗതയിലാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഈ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ ഈ വാഹനം ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ആശുപത്രിയിൽ എത്തിയിരുന്നെങ്കിലും അവിടെ വൈദ്യപരിശോധനയ്ക്ക് മദ്യം ഉപയോഗിച്ചിരുന്നു എന്നുള്ള വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി രക്തസാമ്പിൾ നൽകാൻ ബൈജു തയ്യാറായിട്ടില്ലായിരുന്നു. അതിനുശേഷം മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നെന്നും അതുകൊണ്ടാണ് പോലീസിന് ഈ ഡോക്ടേഴ്സ് മെഡിക്കൽ റിപ്പോർട്ട് നൽകുന്നത്. മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നു, മദ്യപിച്ചായിരിക്കാം വാഹനം ഓടിച്ചത് എന്ന് പിന്നീട് പോലീസിന് ഡോക്ടേഴ്സ് റിപ്പോർട്ട് നൽകുകയായിരുന്നു. അതിലും കൃത്യമായ ഒരു ആശുപത്രിയിലെ ചട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നടപടികൾക്ക് അന്നൊന്നും ബൈജു കൃത്യമായി സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല, രക്തസാമ്പിൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് ഇത് ഇത്രയും വലിയ വാർത്തയായതിനു ശേഷം മാത്രമാണ് ബൈജു ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് ലൈവുമായിട്ട് അല്ലെങ്കിൽ വിശദീകരണവുമായിട്ട് നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ബൈജുവിൻ്റെ വെറും ന്യായീകരണം മാത്രമാണോ ഇത് എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. തീർച്ചയായും ഈ പൊതുസമൂഹത്തോട് മാത്രമാണോ അതോ അപകടത്തിൽ അന്ന് പരിക്കേറ്റ ആ ബൈക്ക് യാത്രക്കാരനോടും മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഈ പരാതിക്കാരൻ്റെ നടപടി? കേസ് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ടോ ഷംന? ടോം, ഇതിൽ തന്നെ ബൈജു വിശദീകരിക്കുന്നുണ്ട്. വാഹനം ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം അയാളോട് താൻ പോയി ചോദിച്ചതാണ്, എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ, വല്ല ഒടിവോ ചതവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതാണ്, പ്രശ്നമുണ്ടോ പരാതി ഉണ്ടോ എന്നതൊക്കെ ചോദിച്ചതാണ്. അതിനുശേഷമാണ് പോയത്. അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ലെന്ന് അയാൾ തന്നെ പറഞ്ഞതാണ്, പരാതിയില്ലെന്ന് പറഞ്ഞതാണ് എന്നാണ് ബൈജു വ്യക്തമാക്കുന്നത്. അതിൽ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. കാരണം ബൈജു പറഞ്ഞതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്.
എന്തായാലും ആദ്യത്തെ ബൈജുവിന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ വാഹനമാവുമ്പോൾ തട്ടിലെ അതിലെന്താണ് ഇത്ര പ്രശ്നം എന്നായിരുന്നു. അപ്പോൾ ഉയർന്നു വന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ബൈജുവിനെതിരായ ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ വാഹനമാവുമ്പോൾ ചിലപ്പോൾ തട്ടിയേക്കാം, പക്ഷെ മദ്യപിച്ച് വാഹനം ഓടിച്ചതായിരുന്നു പ്രശ്നം. അത് കൃത്യമായി തന്നെ പോലീസ് കേസെടുത്തതും അതിലാണ്. ഓവർ സ്പീഡിൽ വാഹനം ഓടിച്ചു, അതുപോലെ മദ്യപിച്ച് കാർ ഓടിച്ചു. ഈ രണ്ട് നടപടി ഈ പ്രവർത്തിക്കെതിരെയായിരുന്നു ബൈജുവിനെതിരെ കേസെടുത്തിരുന്നത്. അതിനുശേഷമാണ് ബൈജു ഇത്തരത്തിൽ ഈ ഒരു വിശദീകരണവുമായി വരുന്നതും. ഒപ്പം തന്നെ ബൈജുവിനൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു വാഹനത്തിൽ എന്നതടക്കമുള്ള അത്തരം ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ വിവരങ്ങൾ നൽകിയത്. നടൻ ബൈജു ഈ വാഹനാപകട കേസുമായി ബന്ധപ്പെട്ടാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് തിരിച്ചടി. കാസർഗോഡ് സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. സർക്കാരിന്റെ റിവിഷൻ ഹർജിയിലാണ് നടപടി. കെ സുരേന്ദ്രനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് റദ്ദാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ കെ സുരേന്ദ്രനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ വലിയ രീതിയിൽ സർക്കാരിന് ആക്ഷേപം നേരിടേണ്ടി വന്നതാണ്. ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒത്തുതീർപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഇതെന്ന് വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണോ ഈ സർക്കാർ ഈ രീതിയിൽ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്? എന്താണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ച നടപടി? കഴിഞ്ഞ സഭയിൽ ഇക്കാര്യം ഉന്നയിച്ചു. അതായത് CPM BJP ബാന്ധവത്തെ തുടർന്നാണ് ഇത്തരത്തിൽ മഞ്ചേശ്വരം കോഴക്കേസിൽ നിന്നും സുരേന്ദ്രനെ വിടുതൽ നൽകിയത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിന് മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകുകയും ചെയ്തതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരെ ഈ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസുമായി ബന്ധപ്പെട്ട് വിടുതൽ നൽകിയിരുന്നത്. സുരേന്ദ്രൻ വിടുതലിന് അപേക്ഷിച്ചപ്പോൾ അത് അപ്പാടെ അംഗീകരിക്കുന്ന ഒരു നടപടിയായിരുന്നു കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് 2021 നടന്ന സംഭവത്തിൽ CRPC അനുസരിച്ച് 1 വർഷത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും 2023 ഒക്ടോബറിലാണ് അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചത് എന്ന് കാട്ടിയായിരുന്നു കോടതി. അത് മാത്രമല്ല, സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് പ്രോസിക്യൂഷനെ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നും കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരെ വിടുതൽ നൽകുന്ന ഒരു നീക്കത്തിലേക്ക് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി നീങ്ങിയത്. പക്ഷേ അതിനെതിരെയാണ് ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. കെ സുന്ദര എന്നാളെ BSPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദര എന്നാളെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചു. അതായത് അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മഞ്ചേശ്വരത്ത് നിന്ന് BSP സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം നൽകിയിരുന്നു. ഈ നാമനിർദ്ദേശം പിൻവലിപ്പിക്കാൻ വേണ്ടിയാണ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാർ ഇയാളെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിക്കുകയും 2.5 ലക്ഷം രൂപയും ഫോണും നൽകിയിരുന്നു, അദ്ദേഹത്തിന് പാരിതോഷികമായി നൽകിയിരുന്നു, കോഡ് നൽകിയിരുന്നു എന്നുമായിരുന്നു പോലീസ് കണ്ടെത്തൽ. ഈ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചതുമാണ്. എന്നാൽ കോടതി അത് ഈ കാര്യം ചൂണ്ടിക്കാട്ടി, ഇത്ര കാലയളവ് എടുത്തു എന്ന് ചൂണ്ടിക്കാട്ടി 1 വർഷം ശിക്ഷാവിധി ലഭിക്കുന്ന സാഹചര്യമായിരുന്നിട്ട് കൂടി അത് സബ്മിറ്റ് ചെയ്യാൻ 2001 മുതൽ 2003 വരെയുള്ള സമയമെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഇതിൽ വിടുതൽ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്നാൽ അതല്ല, സുരേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതുവരെ വിചാരണ നേരിടണമെന്ന് തന്നെയാണ് ഹൈക്കോടതി. ഈ കേസിൽ സുരേന്ദ്രന് നോട്ടീസും അയച്ചിട്ടുണ്ട്. ഈ 2016 തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് നിന്നും സുരേന്ദ്രനെ 89 വോട്ടിനാണ് അബ്ദുൾ റസാഖ് തോൽപ്പിക്കുന്ന IUML സ്ഥാനാർത്ഥി തോൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. അതേസമയം ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഈ കെ സുന്ദര, സുരേന്ദ്രന്റെ അപരൻ എന്നാണ് BJP അയാളെ കണക്കാക്കുന്നത്. കെ സുന്ദരയ്ക്ക് 467 വോട്ടുണ്ടായിരുന്നു. ആ 467 വോട്ട് മറിഞ്ഞത് സുന്ദര കാരണമാണ് എന്നൊരു ധാരണയിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രനും അല്ലെങ്കിൽ സംഘവും ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിക്കുകയും അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ്, അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിക്കുകയും ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ തന്നെ കോഡ് നൽകുകയും ചെയ്തു എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിനെ മാനിച്ചില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ വാദം നടക്കുമെന്ന് തന്നെ വ്യക്തമാണ്. സുരേന്ദ്രന്റെ നോട്ടീസ് മറ്റ് 6 പേർക്കും, സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരാണ് കേസിലെ പ്രതികൾ. ഇവർക്ക് എല്ലാവർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്.
തുടർവാദം ഇതിലുണ്ടാകും. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു നീക്കം രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാകും, അല്ലെങ്കിൽ വഴിതെളിക്കുമെന്നുള്ള കാര്യവും വ്യക്തമാണ്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായത്. കാസർഗോഡ് സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.